ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹിലാൽ സ്കൂളിലത്തെ സദ്യ എന്ന് പറഞ്ഞിട്ട് ഇതാണോ കാണിക്കുന്നത്. കാരണം ഹിലാലിൻ്റെ സ്കൂളിലത്തെ സദ്യ കഴിക്കണമെങ്കിൽ മൂപ്പര് വേണം. മൂപ്പര് എന്നെ അവിടെ കൊണ്ടുവിട്ടാലേ എനിക്ക് സദ്യ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ഷോപ്പിലേക്കാണ്. കാരണം ഹിലാൽ സ്കൂളിലേക്ക് എത്തണമെങ്കിൽ 2 ബസ് കയറണം. ആ 2 ബസ് ക്യാഷ് ഉണ്ടെങ്കിൽ മൂപ്പര വണ്ടിമ്മൽ എനിക്ക് പോവാമല്ലോ. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ മൂപ്പര ഏകദേശം വർക്കൊക്കെ ഒതുങ്ങിയപ്പോൾ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്ത് വന്നു. അങ്ങനെതാ ഞങ്ങളിത് അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പം നല്ല മഴയുണ്ട്. ആ മഴത്ത് കൂടാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഹിലാൽ സ്കൂൾക്ക് പോണ അങ്ങോട്ടുള്ള പാലം. പുതിയ പാലമാണ് കേട്ടോ. മഴ പെയ്ത കാരണം ക്യാമറയിൽ ഫുള്ളും വെള്ളമായിടോ, അതാണ് ബ്ലറായിട്ട് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താനായിട്ട് ഒരു 12:30 ആയിട്ടുണ്ട് മൂപ്പരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ മൂപ്പരെ കാത്തു നിന്നിട്ട് എൻ്റെ കെട്ടിയോനെ കാത്തു നിന്നിട്ടാണ് നേരം വൈകിയത്. എന്നാലും വേണ്ടി എനിക്ക് അവിടെ എത്തി കിട്ടിയാൽ മതി എന്നായി. ഇത് ഞാൻ സ്കൂൾക്ക് പോണ റോഡാണ് കേട്ടോ. ആകെ അലമ്പായിക്കണടോ റോഡ്. കാരണം ശരിയാക്കും വീണ്ടും ഇതുപോലെ ആവും, ശരിയാക്കും വീണ്ടും ഇതുപോലെ ആവും. ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. ഇത് നേരാവും തോന്നുന്നില്ല എത്ര ശരിയാക്കിയാലും. ഇപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിലെത്തി നോക്കുമ്പോൾ ഒരു ഒറ്റ പാരൻസിനെ പോലും കാണുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ അല്ല ഫുഡ്, സ്കൂളിൽ വെച്ചിട്ടല്ല ഫുഡ് കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പം ചില പാരൻസൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അത് കാരണം ഒറ്റ പാരൻസിനെയും കാണുന്നില്ല. അപ്പം എനിക്കൊരു ഇഷ്ടം പോലെ ഉണ്ട് തിരിച്ച് പോകണം എന്നുള്ളൊരിത്. തിരിച്ച് പോവുകയാണെങ്കിലും നമ്മൾ പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടുന്ന് ഓട്ടോയും ബസ്സൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ്. ഞാൻ വെയിറ്റ് ചെയ്തു. മോൻ്റെ ക്ലാസ് ആയിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ബസ്സിൽ നിന്നാണ് പോകുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിൽ നിന്ന് പോകും. ചെറിയ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചിട്ട് വരുന്നുണ്ട്. വലിയ കുട്ടികളെ അവർ കൊണ്ടുപോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ പൂക്കളം കണ്ടില്ലേ, ഇവർ ലാസ്റ്റത്തെ പൂക്കളം കേട്ടോ. കാരണം പിറ്റേ ദിവസം ഓണച്ചന്തായിരുന്നു, ശനിയാഴ്ച ആയിരുന്നു വരെ ഓണസദ്യ. അങ്ങനെ പിന്നെ അങ്ങോട്ട് വെക്കേഷനാണല്ലോ 10 ദിവസം. അപ്പോൾ ആ പൂക്കളൊക്കെ അലമ്പാക്കണം. എൻ്റെ മോനെ ഞാൻ തിരഞ്ഞ് എൻ്റെ മോൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല, എനിക്ക് അവനെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ കണ്ടു. ഇതൊക്കെയാണ് ഫ്രണ്ട്സുകൾ. ഞാൻ കണ്ടപ്പോൾ ആൾക്കൊരു ചമ്മൽ. പിന്നെ ക്യാമറയും കൊണ്ടിട്ട് പോകണമല്ലേ, ക്യാമറയിൽ നിൽക്കാൻ കുറച്ച് ബാക്കിൽ കണ്ടോ, എന്നാലും നിൽക്കും. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാതെ ആൾക്ക് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ പരിചയപ്പെടുത്തി. പിന്നെ ഈ ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോണത്. ഞാൻ അവൻ്റെ കൂടെ പോകാമെന്ന് കരുതിയിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ഫ്രണ്ട്സുകൾ. ഇവരെ ക്ലോസ് ഫ്രണ്ട്സാണത്. LKG തൊട്ടിട്ടേ ഉള്ള ഫ്രണ്ട്സാണത് കേട്ടോ. ബസ എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ ഏകദേശം അങ്ങനെ എല്ലാവരും കൂടി കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഈ ബസ്സിലാണ് ഞങ്ങൾ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫ്രണ്ട്സുകളെ ഇങ്ങനെ പരിചയപ്പെടുത്താണ്. അപ്പോൾ ബാക്കിലുള്ള കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അവൻ്റെ ക്ലാസ്സിലല്ല, അവൻ്റെ അടുത്തുള്ള ക്ലാസ്സിലത്തെ കുട്ടികളാണ് കേട്ടോ. അത് നല്ല കുട്ടികളാണ്. ഭയങ്കര എന്താ പറയുക, നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു അവരെ കൂടെ. അങ്ങനെ നല്ല എന്താ പറയുക, അവരുടെ കൂടെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. നല്ല ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. ഇതെനിക്ക് കിട്ടിയ ടാഗാണ് കേട്ടോ. പുതിയ ടാഗ് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ്, സ്കാനർ ടാഗാണ്. അപ്പോൾ അതിങ്ങനെ കാണിക്കുമായിരുന്നു. അങ്ങനെ ഹാളെത്തി സദ്യ ഒക്കെ ഇരുന്നു എല്ലാവരും കൂടിയിട്ട്. സദ്യ ഒരു രക്ഷയില്ല മക്കളെ. ഇത് അവർ അവിടുത്തെ മാംസൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയ സദ്യ കേട്ടോ. നൈറ്റിൽ അവർക്ക് അതായിരുന്നു ജോബ്. അവിടുത്തെ എന്താ പറയുക, പ്രിൻസിപ്പൾ അവർക്ക് പണി കൊടുത്തെന്നാണ് പറയുന്നത്. എന്നാലും സൂപ്പർ സദ്യയായിരുന്നു. ഞാൻ എൻ്റെ +2 കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോഴാണ് ഒരു സദ്യ കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ. നല്ല അടിപൊളിയായിട്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. പുളിഞ്ചിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല അടിച്ചു മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വീഡിയോ എനിക്ക് എടുക്കാനൊരു മടി പോലെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കാരണമാണ് ഇങ്ങനെ വീഡിയോ എടുത്തുള്ളത്. പിന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഒന്ന് പ്രഥമനും പിന്നെ ഒന്ന് എന്താ പറയുക, പരിപ്പാന്ന് തോന്നുന്നു, പരിപ്പ് പായസം. പരിപ്പ് ഞാൻ കുടിച്ചില്ല, പായസം കുടിച്ചിട്ടുണ്ടായിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫൈനലി എൻ്റെ
വാതിലിൻ്റെ കോലം കണ്ടില്ലേ, അതിൽ തന്നെ മനസ്സിലാവണില്ലേ നല്ല തട്ടിക്കണമെന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ആ വണ്ടിയിൽ തന്നെ കേട്ടോ വന്നുള്ള. അപ്പം മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു ഞാനില്ല, ലാസ്റ്റ് അല്ലേ, അപ്പോൾ അത് കാരണം ഉമ്മ പോയിക്കോളും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവനെ നിർബന്ധിക്കാൻ നിന്നില്ല. കാരണം അവർക്ക് യാത്ര പറയാനൊക്കെ ഉണ്ടാവുമല്ലോ, 10 ദിവസം ലീവല്ലേ ഉള്ളത്. അങ്ങനെ ഞാനവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് റൗണ്ട് പള്ളി എന്ന് പറയുന്നത്. നമ്മൾ ചില യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ബസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ നേരം സ്റ്റോപ്പിൽ നിന്ന് അങ്ങനെയാണ് ബസ് കിട്ടിയത്. പിന്നെ ബസ് കിട്ടി ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എത്ര തൊട്ടാ അന്നത്തെ വീഡിയോ. ഹാപ്പി ഓണം.